സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പാലിയേക്കര ടോൾ ബൂത്തിൽ കണ്ടെയ്നർ ലോറിയിടിച്ച് ടോൾ ജീവനക്കാരന് ദാരുണാന്ത്യം. കോട്ട താണിപ്പാറ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ശനിയാഴ്ച വൈകിട്ട് കൊടിയേറും. ആനയോട്ടത്തിൽ മുൻനിരയിലോടാനുള്ള 3 ആനകളെ തെരഞ്ഞെടുത്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ശനിയാഴ്ച പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. സന്ദർശകർക്ക് സഞ്ചരിക്കാൻ 2 ഇലക്ട്രിക് ബസ്സുകൾ പാർക്കിലെത്തിച്ചു. കൊടുങ്ങല്ലൂരിൽ പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ചു. ചികിത്സാ പിഴവെന്നാരോപിച്ച് കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ രംഗത്ത്. വാർത്തകൾ വിശദമായി. പാലിയേക്കര ടോൾ ബൂത്തിൽ പുറകിലേക്കെടുത്ത കണ്ടെയ്നർ ലോറിയിടിച്ച് ടോൾ ജീവനക്കാരന് ദാരുണാന്ത്യം. പോട്ട താണിപ്പാറ സ്വദേശി പാട്ടത്ത് വീട്ടിൽ 58 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്കുള്ള 4ാമത്തെ ടോൾ ബൂത്തിൽ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിനിടെയാണ് അപകടം. ഫാസ്ടാഗിൽ പണമില്ലാതെ ബൂത്തിൽ കയറിയ ടോറസ് ലോറി പുറകിലേക്ക് മാറ്റിയിടുന്നതിനായി തൊട്ടുപിന്നിലുണ്ടായിരുന്ന കണ്ടെയ്നർ ലോറി പുറകിലേക്കെടുത്തപ്പോഴാണ് മണികണ്ഠനെ ഇടിച്ചത്. കണ്ടെയ്നർ ലോറി അമിത വേഗതയിൽ പുറകോട്ടെടുത്താണ് അപകടത്തിനിടയാക്കിയതെന്ന് പറയുന്നു. ലോറിക്കടിയിൽപ്പെട്ട മണികണ്ഠന്റെ ദേഹത്തുകൂടി ചക്രങ്ങൾ കയറിയിറങ്ങി. ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അറിയിച്ചു. ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ശനിയാഴ്ച ആനയില്ലാ ശിവേലിയും ഉച്ചതിരിഞ്ഞ് 3-ന് ആനയോട്ടവും നടക്കും. രാത്രി പൂയം നക്ഷത്രത്തിൽ കൊടിയേറും. 10 ദിവസത്തെ ആഘോഷ പരിപാടികൾക്കായി 3,56,90,500 രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകി. ഉത്സവത്തിന്റെ 4ാം ദിവസമായ മാർച്ച് 3-ന് ചന്ദ്രഗ്രഹണമായതിനാൽ ക്ഷേത്ര ചടങ്ങിൽ മാറ്റമുണ്ടാകും. വൈകിട്ട് 6 മണിക്ക് ക്ഷേത്രനട അടച്ച് 7:15-നാണ് തുറക്കുക. അത്താഴപൂജ നിവേദ്യങ്ങളായ അപ്പം, അട, അവിൽ ചീട്ടാക്കില്ല. ഉച്ചയ്ക്ക് ശേഷമുള്ള പകർച്ച, രാത്രിയിലെ പ്രസാദോട്ട് എന്നിവയും ഉണ്ടാകില്ല. 9ാം ദിവസമായ മാർച്ച് 8-ന് രാത്രി പള്ളിവേട്ട നടക്കും. മാർച്ച് 9-ന് രാത്രി ആറാട്ടിനു ശേഷം കൊടിയിറങ്ങും. കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന കലാപരിപാടികൾ 8ാം ദിവസം സമാപിക്കും. ഗായിക KS ചിത്ര, സംഗീതജ്ഞനായ യുവകലാഭാരതി ബാംഗ്ലൂർ, G രവികിരൺ, ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യൻ, ചലച്ചിത്രതാരം ആശാ ശരത്, വയലിൻ കലാകാരൻ ഗംഗാ ശശിധരൻ തുടങ്ങിയവർ കലാവിരുന്നൊരുക്കും. ദിവസവും വൈകുന്നേരം നാടൻ അനുഷ്ഠാന കലകൾ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപമുള്ള വേദിയിൽ അരങ്ങേറും. 2 വേദികളിലായി 1000-ഓളം സംഘങ്ങളുടെ തിരുവാതിരക്കളിയും ഉണ്ടാകും. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിലോടാനുള്ള 3 ആനകളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. കൃഷ്ണനാരായണൻ, ബാലു, രവികൃഷ്ണൻ എന്നീ ആനകളാണ് മുൻനിരയിലോടുക. സിദ്ധാർത്ഥൻ, ഗോപികൃഷ്ണൻ എന്നീ ആനകൾ കരുതലായി ഉണ്ടാകും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ആനയോട്ടത്തിൽ ഇത്തവണ 11 ആനകളാണ് പങ്കെടുക്കുന്നത്. ഇതിൽ നിന്ന് നേരത്തെ തീരുമാനിച്ച 5 ആനകളുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിലിട്ടാണ് നറുക്കെടുത്തത്. ക്ഷേത്രത്തിൽ ബ്രഹ്മകലശത്തിനു ശേഷം കിഴക്കേ ഗോപുര നടയിൽ നടന്ന ചടങ്ങിൽ ദർശനത്തിനെത്തിയ പട്ടാമ്പി പള്ളിപ്പുറം കൈപ്പറമ്പ് വീട്ടിൽ സുധീഷിന്റെ മക്കളായ ശിവന്തിക, ശിവാഞ്ജലി എന്നീ കുട്ടികളാണ് നറുക്കെടുത്തത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, മനോജ് B നായർ, KP വിശ്വനാഥൻ, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ആനയോട്ട സബ് കമ്മിറ്റി അംഗങ്ങളായ KP ഉദയൻ, സജീവൻ നമ്പിയത്ത്, ബാബുരാജ് ഗുരുവായൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 8 ദിവസങ്ങളിലായി നടന്നുവരുന്ന കലശ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ച് ഗുരുവായൂരപ്പന് 1000 കലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്തു. രാവിലെ ശിവേലി, പന്തീരടി പൂജ എന്നിവയ്ക്ക് ശേഷം പൂജ ചെയ്ത് ചൈതന്യപൂരിതമാക്കിയ 975 വെള്ളിക്കുംഭങ്ങളും 26 സ്വർണ്ണക്കുംഭങ്ങളും കീഴ്ശാന്തിമാർ ശ്രീലകത്തെത്തിച്ചു. സഹസ്ര കലശ ചടങ്ങുകൾക്ക് ശേഷം വിശേഷ വാദ്യങ്ങൾ, മുത്തുക്കുട, ആലവട്ടം, വെഞ്ചാമരം എന്നിവയുടെ അകമ്പടിയിൽ മേൽശാന്തി മൂർത്തിയത്ത് സുധാകരൻ നമ്പൂതിരി ബ്രഹ്മകലശവും, ഓദിക്കൻ കക്കാട് ചെറിയ വാസുദേവൻ നമ്പൂതിരി കുംഭേശ കലശവും, ശാന്തിയേറ്റ കീഴ്ശാന്തി മാഞ്ചിറ കേശവൻ നമ്പൂതിരി കർക്കരി കലശവും ശ്രീലകത്ത് എഴുന്നള്ളിച്ചു. തുടർന്ന് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ആദ്യം കുംഭേശ കലശവും പിന്നീട് ബ്രഹ്മകലശവും ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു. ബ്രഹ്മകലശാഭിഷേകത്തിന് ശേഷം തന്ത്രി ഉച്ചപൂജയും നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്,
മനോജ് ബി നായർ, KP വിശ്വനാഥൻ, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ ചടങ്ങുകളിൽ സംബന്ധിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി പ്രസാദ ഊട്ട് വിളമ്പാൻ ദേവസ്വം ജീവനക്കാർക്ക് പുറമെ 230 ഭക്തരെ നിയോഗിക്കാൻ തീരുമാനിച്ചു. പ്രസാദ ഊട്ടിന്റെ സുഗമമായ നടത്തിപ്പിനായി ദേവസ്വം വിളിച്ചു ചേർത്ത നാട്ടുകാരുടെ യോഗത്തിലാണ് തീരുമാനം. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ 23 കൗണ്ടറുകളാണ് പ്രസാദ ഊട്ടിനായി ഒരുക്കുന്നത്. ഓരോ കൗണ്ടറിലും 10 പേരെ വീതം നിയമിക്കും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി അംഗം KP വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗം C മനോജ്, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ K ഗീത, മുരളി പുറനാട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള പുസ്തകോത്സവത്തിന് നഗരസഭാ ലൈബ്രറി ഹാളിൽ തുടക്കമായി. മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പുസ്തകോത്സവം ഈ മാസം 10 സമാപിക്കും. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ശനിയാഴ്ച പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. രാവിലെ 9-ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും റവന്യൂ വകുപ്പ് മന്ത്രി K രാജനും മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് സുവോളജിക്കൽ പാർക്കിലേക്ക് പൊതുജനങ്ങളുടെ ആദ്യ സന്ദർശനം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് സുവോളജിക്കൽ പാർക്കിലേക്കുള്ള പ്രവേശന സമയം. മുതിർന്നവർക്ക് 100 രൂപയും 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 30 രൂപയും മുതിർന്ന പൗരന്മാർക്ക് 50 രൂപയും ഭിന്നശേഷിയുള്ളവർക്ക് സൗജന്യമായിട്ടുമായിരിക്കും പ്രവേശനം. സുവോളജിക്കൽ പാർക്ക് ചുറ്റിക്കാണുന്നതിന് KSRTCയുടെ 2 ഇലക്ട്രിക് ബസ്സുകൾ സുവോളജിക്കൽ പാർക്കിലെത്തിച്ചു. വിവിധ ആവാസ ഇടങ്ങളാണ് സുവോളജിക്കൽ പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത്. തൃശൂർ മൃഗശാലയിലെ മാനുകൾ, കടുവ, കാട്ടുപോത്ത്, ചീങ്കണ്ണികൾ, സിംഹവാലൻ കുരങ്ങുകൾ ഉൾപ്പെടെ 330 മൃഗങ്ങൾ സുവോളജിക്കൽ പാർക്കിലുണ്ട്. ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കുന്നതിനായി കഫറ്റീരിയയും 4 ഫുഡ് കിയോസ്കുകളും സജ്ജമാണ്. കൊടുങ്ങല്ലൂരിൽ പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ചു. ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്നാരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി. കൊടുങ്ങല്ലൂരിലെ പണിക്കേഴ്സ് ആശുപത്രിക്കെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത്. പതിയാശ്ശേരി പുറക്കുളത്ത് നൌഫലിന്റെ ഭാര്യ ഷബ്നയെ വ്യാഴാഴ്ചയാണ് പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പരിശോധന നടത്തിയെങ്കിലും കുഞ്ഞിന് ആരോഗ്യ പ്രശ്നമുള്ളതായി ഡോക്ടർ അറിയിച്ചിട്ടില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. പിന്നീട് ആരെയും അറിയിക്കാതെ യുവതിയെ സിസേറിയന് വിധേയമാക്കിയെന്നും ഏറെ നേരത്തിന് ശേഷമാണ് കുഞ്ഞിന്റെ മരണവിവരം ആശുപത്രി അധികൃതർ അറിയിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു. പരാതിയെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. അതേസമയം ലേബർ റൂമിൽ നടത്തിയ പരിശോധനയിൽ കുഞ്ഞിന് ഹൃദയമിടിപ്പ് കുറവായതിനാൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ വിശദീകരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വീണ്ടും വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് പുതിയ പാലത്തിന് പച്ചക്കൊടി. കനോലി കനാലിന് കുറുകെ നിലവിലുള്ള പാലത്തിന് സമാന്തരമായി കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ 46.31 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 2016-17 സംസ്ഥാന ബജറ്റിലാണ് പാലം നിർമ്മാണത്തിന് തുക വകയിരുത്തിയിരുന്നത്. കിഫ്ബിയുടെ സഹായത്തോടെ 24.72 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. ഇൻലാൻഡ് വാട്ടർവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പാലത്തിന്റെ നീളം 289.6 മീറ്ററിൽ നിന്ന് 363.6 മീറ്ററാക്കി വർദ്ധിപ്പിച്ചു. 17 സ്പാനുകളിലെ 11 മീറ്റർ വീതിയിലാണ് പാലം നിർമ്മിക്കുക. 2 വശങ്ങളിലെ 300 മീറ്റർ അപ്രോച്ച് റോഡും നിർമ്മിക്കും. ആധുനിക രീതിയിലാണ് പുല്ലൂറ്റ് സമാന്തര പാലം നിർമ്മിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നഗരസഭയുടെ നേതൃത്വത്തിൽ 10 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവത്തിനും നിശാഗന്ധി സർഗോത്സവത്തിനും ശനിയാഴ്ച തുടക്കമാകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6:30 മന്ത്രി K രാജൻ പുഷ്പോത്സവത്തിന്റെയും നടൻ TG രവി നിശാഗന്ധി സർഗോത്സവത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. മാർച്ച് 9 വരെ ക്ഷേത്രപ്രവേശന സത്യഗ്രഹ സ്മാരക ഗ്രൗണ്ടിൽ സംഗീത നിശ, നാടകം, നാടൻപാട്ട്, നാട്ടുഗരിമ, സിനിമാറ്റിക് ഡാൻസ്, മലബാർ മ്യൂസിക് ബാൻഡ്,
ഗാനമേള, പുഷ്പഫല സസ്യ പ്രദർശനം, ഗസൽ നൈറ്റ്, ലഘുഭക്ഷണശാലകൾ എന്നിവ ഉണ്ടാകും. നഗരസഭ ടൗൺ ഹാളിൽ ദേശീയ നഗര ഉപജീവന മിഷന്റെ ഇഞ്ചിയും പുളിയും കുടുംബശ്രീ ഭക്ഷ്യമേള മാർച്ച് 3 മുതൽ 9 വരെയും ഉണ്ടാകും. വൈസ് ചെയർപേഴ്സൺ കെ ജ്യോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാനി റജി, വി അനൂപ്, ബിന്ദു അജിത് കുമാർ, ടി ഹംസ, രതി ജനാർദ്ദനൻ, സെക്രട്ടറി ഇൻചാർജ് നിഷി പി ദേവദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വേലൂർ പഞ്ചായത്ത് ബജറ്റിനെതിരെ CPM അംഗങ്ങളുടെ പ്രതിഷേധം. ഫണ്ട് വിതരണത്തിൽ ഏകപക്ഷീയവും CPM മെമ്പർമാരെ അവഗണിച്ചതായും ആരോപണം. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് മെമ്പർമാരുടെ വാർഡുകളിലേക്ക് ഭീമമായ തുക വകയിരുത്തുകയും ഒപ്പം BJP ഭരിക്കുന്ന വാർഡുകളിലേക്ക് സമാനമായ തുക നീക്കിവെക്കുകയും ചെയ്തു എന്നാണ് CPM ആരോപിക്കുന്നത്. ഇതിൽ നിന്നും BJP കോൺഗ്രസ് കൂട്ടുകെട്ട് മറനീക്കി വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. കേരള സർക്കാർ ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന കുടുംബശ്രീ പ്രസ്ഥാനത്തെ പാടെ അവഗണിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഉയർത്തുന്നത്. കാഴ്ച പരിമിതരുടെയും ഭിന്നശേഷിക്കാരുടെയും കൂട്ടായ്മയായ നിമ്മതി ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ലൂയി ബ്രെയിൽ ദിനാചരണം സമാപിച്ചു. സമാപന സമ്മേളനം വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് അധ്യക്ഷനായി. നിമ്മതി സെക്രട്ടറി KS വിനോദ്, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ CB സുനിൽകുമാർ, മെമ്പർമാരായ ഷഫീന ഷബീർ അലി, PM ഷാജു, റജീന രാജു തുടങ്ങിയവർ സംസാരിച്ചു. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിലെ ഇൻഡോർ സ്റ്റേഡിയവും കൺവെൻഷൻ സെന്ററും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു. ബാസ്കറ്റ്ബോൾ അക്കാദമിയുടെ ഉദ്ഘാടനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജേക്കബ് ജോസഫും, സ്കേറ്റിംഗ് അക്കാദമിയുടെ ഉദ്ഘാടനം സംസ്ഥാന സ്കേറ്റിംഗ് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് VVN റെഡ്ഡിയും നിർവഹിച്ചു. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് C സുമേഷ്, ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ജോഫി മാത്യു, സ്കൂൾ ഡയറക്ടർ അന്ന ഗ്രേസ് രാജു എന്നിവർ സംസാരിച്ചു. Any being born into this part of the world, if you call it a nation, if you call it a union of states, responsibilities to be private. That sounds heartful. Very good. പുതുക്കാട് തെക്കേത്തറവിൽ കുറുമാലിപ്പുഴയിലെ തോപ്പിൽ കടവിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് പുഴയിൽ തടഞ്ഞുന്ന നിലയിൽ നാട്ടുകാർ മൃതദേഹം കണ്ടത്. ദിവസങ്ങളുടെ പഴക്കമുള്ള മൃതദേഹം അഴുകിയ നിലയിലാണ്. പുതുക്കാട് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ തിങ്കളാഴ്ച ട്രെയിനിൽ നിന്ന് പുഴയിലേക്ക് വീണ ആളുടെ മൃതദേഹമാണെന്നാണ് പോലീസിന്റെ സംശയം. മുല്ലശ്ശേരി പേനകത്ത് കഞ്ചാവ് ചെടി ബക്കറ്റിൽ വളർത്തിയ നിലയിൽ കണ്ടെത്തി. പേനകം മരക്കമ്പനിയുടെ സമീപത്തുള്ള കൽവർട്ടിനോട് ചേർന്നുള്ള റോഡരികിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. പാവറട്ടി പോലീസ് കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഗുരുവായൂർ ദേവസ്വം ക്ഷേത്ര വാദികലാ വിദ്യാലയം സുവർണ ജൂബിലി ആഘോഷിച്ചു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. ചടങ്ങിൽ വിവിധ വ്യക്തികളെ ആദരിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, ദേവസ്വം വേദ സംസ്കാര പഠന കേന്ദ്രം ഡയറക്ടർ P നാരായണൻ നമ്പൂതിരി, PTA പ്രസിഡന്റ് K ബാഹുലയൻ എന്നിവർ സംസാരിച്ചു. ശ്രീ മച്ചാട് മലയാള ശ്രീ മച്ചാട് മലയാള
മാള പഞ്ചായത്തിലെ ജലനിധിയുടെ സ്കീം ലെവൽ കമ്മിറ്റികൾ പിരിച്ചുവിടാൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. സ്കീം ലെവൽ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ച് അതിന്റെ നിയന്ത്രണം പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. കുടിവെള്ള വിതരണത്തിന്റെ കേടായ മീറ്ററുകൾ മാറ്റാനും ജലനിധിയുടെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കാൻ മറ്റൊരു കമ്മിറ്റി രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ശ്രീനാരായണപുരത്ത് സ്കൂൾ ബസ് ഡ്രൈവറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിലായി. പതിയാശ്ശേരി സ്വദേശികളായ പുല്ലാനി വീട്ടിൽ സുബൈർ, പുല്ലാനി വീട്ടിൽ ഷിഹാബ് എന്നിവരെയാണ് മതിലകം SHO വിമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 24-ന് കട്ടൻ ബസാർ കുഴിയാർ പള്ളിക്ക് മുൻവശത്തുള്ള റോഡിൽ വെച്ച് വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് സ്കൂൾ കുട്ടികളുമായി വരികയായിരുന്ന വാഹനം തടഞ്ഞു നിർത്തി ഡ്രൈവറായ പടിഞ്ഞാറെ വെമ്പല്ലൂർ അസ്മാബി കോളേജ് സ്വദേശി പൂനിലത്ത് വീട്ടിൽ അൻസിലിനെ മർദ്ദിച്ച് സംഭവത്തിലാണ് അറസ്റ്റ്. SI മുഹമ്മദ് റാഫി, ASI വഹാബ് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. നാട്ടിക ശ്രീനാരായണ കോളേജിൽ റൂസ ഫണ്ട് ഉപയോഗിച്ച് സജ്ജീകരിച്ച ഓപ്പൺ ജിം ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അനുരുദ്ധൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ CT അജിത അധ്യക്ഷത വഹിച്ചു. SNDP യോഗം സ്റ്റേറ്റ് കൗൺസിലർ PK പ്രസന്നകുമാർ, കായിക വിഭാഗം മേധാവി TN ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പൈതൃക പാരമ്പര്യമായ നോമ്പുകാല ധൂമ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ അണിനിരന്നു. ആത്മീയതയുടെ നിറവും പാരമ്പര്യത്തിന്റെ അപൂർവതയും നിറഞ്ഞൊഴുകുന്ന ഈ വിശ്വാസ പ്രതിഷ്ഠ തൃശൂർ അതിരൂപതയിൽ എന്നല്ല ഭാരത ക്രൈസ്തവർക്കിടയിൽ പോലും അപൂർവമാണ്. നോമ്പുകാലം തുടങ്ങിയാൽ എല്ലാ വെള്ളിയാഴ്ചകളിലും പുലർച്ചെ പ്രത്യേക പ്രാർത്ഥനകളോടെ ധൂമാർച്ചനയുമായി പള്ളിയിൽ നിന്ന് ആരംഭിച്ച് അങ്ങാട് ചുറ്റി മടങ്ങിയെത്തുന്ന ഈ പരിഹാര പ്രദക്ഷിണം ഏറെ വ്യത്യസ്തത പുലർത്തുന്നതാണ്. ധൂമപ്രദക്ഷിണ കർമ്മങ്ങൾക്ക് ഫാദർ ജെയിംസ് വടക്കൂട്ട്, സഹവികാരി ഫാദർ ജിയോ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ചിറ്റാട്ടുകര ഉൾപ്പെടുന്ന ബ്രിട്ടീഷ് മലബാറിൽ 1801-1802 കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ട സാംക്രമിക രോഗമായ വസൂരി പല പ്രദേശങ്ങളിലും വ്യാപിച്ച് കനത്ത ജീവനാശങ്ങൾ ഉണ്ടാക്കിയതായി ചരിത്രം പറയുന്നു. ഫലപ്രദമായ പ്രതിരോധ മരുന്നുകൾ അന്ന് വളരെ കുറവായിരുന്നു. ദേവകോപമാണ് വസൂരി തുടങ്ങിയ സാംക്രമിക രോഗത്തിന് കാരണമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നതിനു വേണ്ടി തുടങ്ങിയതാണ് പാപപരിഹാരമായ ഈ ധൂമ പ്രദക്ഷിണം. TCV ന്യൂസ്, പാവറട്ടി. കനകമല കുരിശുമുടി കയറുന്നതിനിടെ നെഞ്ചുവേദനയെ തുടർന്ന് തീർത്ഥാടകൻ മരിച്ചു. കൊടകരയിലെ റൈസ് ആൻഡ് ഓയിൽ മിൽ ഉടമയും പന്തലൂക്കാരൻ ഫ്രാൻസിസിന്റെ മകനുമായ 49 വയസ്സുള്ള ലോനപ്പനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6:30 കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് മല കയറുന്നതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. LDF കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി. അന്നമനടയിൽ നടന്ന ചടങ്ങിൽ ജാഥ ക്യാപ്റ്റനും MLA-യുമായ VR സുനിൽകുമാറിന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. LDF പഞ്ചായത്ത് കൺവീനർ മിനിത ബാബു അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ, മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ്, കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി KM മുസ്താഖ് അലി എന്നിവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്ത്, കൊടകര കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PD ജസ്റ്റിൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ TS അഭിലാഷ്, വിനയൻ തോട്ടാപ്പള്ളി, മിനി ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലോമല പഞ്ചായത്ത് വികസന സെമിനാർ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം KR സത്യൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് P കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P കൃഷ്ണപ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം KR സത്യന് നൽകി വികസന രേഖ പ്രകാശനം നിർവഹിച്ചു. ആസൂത്രണ ഉപാധ്യക്ഷൻ K ജയപ്രകാശ് കുമാർ, വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സ്മിത സുകുമാരൻ, VT ജയന്തി തുടങ്ങിയവർ പങ്കെടുത്തു. വേലൂർ മേൽത്തണ്ടില്ലത്ത് അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആയമുക്ക് റോഡിൽ ഇഞ്ചിക്കാലായിൽ വീട്ടിൽ 64 വയസ്സുള്ള സുലൈമാനാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച ഭാര്യ റസിയ കോഴിക്കോടുള്ള മകളുടെ വീട്ടിലേക്ക് പോയിരുന്നു. തുടർന്ന് സുലൈമാൻ വീട്ടിൽ തനിച്ചായിരുന്നു. 4 ദിവസമായി ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലും എടുക്കാത്തതിനെ തുടർന്ന് മരുമകൻ റഷീദ് വന്ന് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. വെള്ളറക്കാടുള്ള പച്ചക്കറിക്കടയിലെ ജോലിക്കാരനായിരുന്നു മരിച്ച സുലൈമാൻ. എരുമപ്പെട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. വലപ്പാട് GDM LP സ്കൂളിൽ 3 ദിവസമായി നടന്നു വന്നിരുന്ന സമേതം കഥാ കവിതാ ക്യാമ്പ് സമാപിച്ചു. വാക്കും വരയും എന്ന വിഷയത്തിൽ ചിത്രകാരൻ TM അസീസ്, കുഞ്ഞുണ്ണി കവിതകൾ എന്ന വിഷയത്തിൽ ഉഷ കേശവരാജ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ CK ബിജോയ് അധ്യക്ഷത വഹിച്ചു. മുൻ പ്രധാന അധ്യാപകൻ CK കുട്ടൻ, വലപ്പാട് ഉപജില്ലാ വികസന സമിതി എക്സിക്യൂട്ടീവ് അംഗം NA അനുരാഗ്, PTA പ്രസിഡന്റ് ഷാനുജ നിതീഷ് തുടങ്ങിയവർ സംസാരിച്ചു.
ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,810 രൂപ, പവന് 1,18,480 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പാലിയേക്കര ടോൾ ബൂത്തിൽ കണ്ടെയ്നർ ലോറിയിടിച്ച് ടോൾ ജീവനക്കാരന് ദാരുണാന്ത്യം. കോട്ട താണിപ്പാറ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ശനിയാഴ്ച വൈകിട്ട് കൊടിയേറും. ആനയോട്ടത്തിൽ മുൻനിരയിലോടാനുള്ള 3 ആനകളെ തെരഞ്ഞെടുത്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ശനിയാഴ്ച പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. സന്ദർശകർക്ക് സഞ്ചരിക്കാൻ 2 ഇലക്ട്രിക് ബസ്സുകൾ പാർക്കിലെത്തിച്ചു. കൊടുങ്ങല്ലൂരിൽ പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ചു. ചികിത്സാ പിഴവെന്നാരോപിച്ച് കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ രംഗത്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.